ഈസ്റ്ററിനാ കല്യാണം നടന്നതെന്ന് പറഞ്ഞേ. പിന്നെ ഈസ്റ്ററിന്റെ കഴിഞ്ഞിട്ട് ഈസ്റ്റർ കഴിഞ്ഞിട്ട് ഞാൻ ഈസ്റ്റർ എന്ന് പറഞ്ഞപ്പോ ഞാൻ പേടിച്ചു പോയി. കാര്യം എന്നാന്നറിയാം, നമ്മുടെയൊക്കെ വീട്ടില് സത്യം പറഞ്ഞ ക്രിസ്ത്യൻസിന്റെ ഇടയിലൊക്കെ ആണെന്നില്ല അന്ന് ഭയങ്കര ആഘോഷവും കാര്യങ്ങളൊക്കെ. നമുക്ക് ആ സമയത്ത് നോമ്പ് ടൈമോ അല്ലേ? പിന്നെ ഞാനപ്പോ അത് കഴിഞ്ഞിട്ടാണ്, നോമ്പെല്ലാം കഴിഞ്ഞിട്ട് ഏപ്രിൽ 24 ആയിരുന്നു. എല്ലാം നോമ്പൊക്കെ എടുത്ത് അതിന് ശേഷമാണ് കല്യാണം കഴിച്ചത്. ജീവിതത്തിൽ നോമ്പെടുത്തേക്കുന്നത് ആ ഈസ്റ്റർ മാത്രം. ജനിച്ചിട്ട് സത്യക്രിസ്ത്യാനിയായിട്ട് ജനിച്ചു, പക്ഷെ അതിന്റെ പുണ്യം അവർക്ക് കിട്ടി. എവിടെ എല്ലാം കൂടെ ഒന്ന് ക്ലൈമാക്സ് ആയിട്ട് പറഞ്ഞേ. അപ്പൊ ഞാൻ അന്ന് എനിക്ക് മനസ്സിലായി നോയമ്പെടുക്കാന്ന് പറഞ്ഞാൽ വലിയൊരു ദൈവാനുഗ്രഹം. അതല്ല ബീന നോക്ക്, മനോജേട്ടന് പുണ്യവും മനോജേട്ടന് കുരിശും. അല്ല അവളുടെ ഒരു പുണ്യം എന്ന് പറഞ്ഞാൽ അതായിരുന്നു ആ നോയമ്പിന്റെ പുണ്യം അല്ലേ? എന്താ? അതെ, ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ ലവ് അഫെയർ മാരേജിനെ കുറിച്ചൊന്ന് പറഞ്ഞേ. ഇത്രയൊക്കെ അവിടെ ഇവിടെ തൊട്ടാ പറഞ്ഞു. ചുമ്മാ എങ്ങനെയാ ലവ് തുടങ്ങിയത്? ഞാൻ കേട്ടിട്ടില്ല, ഞാനും കേട്ടിട്ടില്ല, പ്രേക്ഷകരും കേട്ടിട്ടില്ല. ലവ് മാരേജ് ആണെന്ന് അറിയാം. സംക്ഷിപ്ത രൂപം പറയാം. അതെന്തത്? ഒരു കുറച്ച് സമ്മറി. സമ്മറി ചെറുതായിട്ട് അതായത് അത് ഭയങ്കര കഥയാണ് അതൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഒരു എപ്പിസോഡ് 2-3 എപ്പിസോഡ് വേണ്ടിവരും. അപ്പൊ കൊച്ചാക്കണെങ്കിൽ മുംബൈയിൽ ആണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. മുംബൈയിൽ വെച്ച് കണ്ടുമുട്ടി. അന്നാണ് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നത്, ഞങ്ങൾ തമ്മിൽ അറിയുന്നത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ആ ഷോ കഴിഞ്ഞിട്ട് ഞാനൊരു പാട്ട് പാടി. അതൊരു വലിയ സംഭവമായിരുന്നു. സംഗീതം ജീവിതമായിട്ട് വലിയ ബന്ധമുണ്ടെന്നൊക്കെ മനസ്സിലായതാണ്. കാരണം അതുവരെ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ തമ്മിൽ അങ്ങനെ സംസാരമൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന 2 ആർട്ടിസ്റ്റുകൾ എന്നല്ലാണ്ട് ഹായ് ഇത്രേ ഉള്ളൂ. ഈ പാട്ട് ഞാൻ പാടിയതിനു ശേഷം ഇവളുടെ ഡാൻസും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പാട്ട് ഞാൻ ആങ്കറും ചെയ്യും. നല്ല മൂടി പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പാട്ട് പാടും. അപ്പോൾ നല്ല മൂടി പോവാണ്. 2 പ്രോഗ്രാം ഉണ്ടായിരുന്നു. 2ാമത്തെ പ്രോഗ്രാമിനാണ് ഞാൻ ഒരു പാട്ട് പാടിയത്. അപ്പോൾ ഇവള് താമസിച്ചിരുന്ന വീട്ടിലെ ചേച്ചിയും ഇവരുടെ ഫാമിലി ഫ്രണ്ട് അവർ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിൽ പാസ് ചെയ്തപ്പോൾ എക്സ്ക്യൂസ് മീ മനോജ്, പാട്ട് നന്നായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു താങ്ക് യു. ഞാൻ പറഞ്ഞു ബീനയുടെ ഡാൻസ് നന്നായിരുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശംസ അങ്ങോട്ട് ചൊരിഞ്ഞു. വെറുതെ ചൊരിഞ്ഞിട്ട് അത് ഇത്രയും വലിയ കുരിശാവും മനസ്സിലായില്ലേ? അപ്പോൾ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ നല്ല ഫ്രണ്ട്സായി. അപ്പം ഞാൻ പറഞ്ഞു നല്ല നാട്ടിലുള്ള പ്രോഗ്രാംസ് ഒക്കെ പിടിക്കുകയാണെങ്കിൽ ബിന വരുമല്ലോ അല്ലേ, വരാൻ കുഴപ്പമില്ല. നമ്പറും വാങ്ങിച്ചു, പക്ഷെ വിളിച്ചൊന്നുമില്ല. പെണ്ണെ ചുമ്മാ വെറുതെ ചിരിച്ചോണ്ടിരിക്കരുത് കേട്ടോ. അവളെ കാര്യം തിരിച്ച് അങ്ങോട്ട് ചോദിക്കാണ്ട് കുറച്ച് കഥകൾ അങ്ങോട്ട് ചോദിക്കാണ്ട് കേട്ടോ, നീ ചിരിക്കണ്ട. അപ്പോൾ അങ്ങനെ അതിനുശേഷം പിന്നീട് എപ്പോഴോ ഫ്രണ്ട്സ്, ഞങ്ങൾ ഫ്രണ്ട്സായി, നല്ല ഫ്രണ്ട്സ്. അത് കുറെ കഴിഞ്ഞ ശേഷം ടിനി ടോമിന്റെ കല്യാണത്തിന് ശേഷം കണ്ണുനീർ തുടങ്ങി. ഞാനും കരഞ്ഞു. അങ്ങനെ കരയല്ല, എൻ്റെ മുമ്പിൽ പെണ്ണ് സ്ത്രീ കരയരുത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ അവിടെ വെച്ച് ഞങ്ങൾ പിന്നീട് ടിനി ടോമിന്റെ കല്യാണത്തിലാണ് ഞങ്ങൾ പിന്നെ കാണുന്നത്. ആഫ്റ്റർ ബോംബെ. അപ്പോൾ അന്ന് എൻ്റെ ഒരു സുഹൃത്ത് നാട്ടിലൊരു ഷോയ്ക്ക് ഇവളെ വെച്ച് കൊണ്ടുവരുന്ന പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പൈസ ഇല്ല, എന്തോ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് നടക്കണ കേസൊന്നുമില്ല, എനിക്ക് അവരായിട്ട് വലിയ പരിചയമൊന്നുമില്ല ഒരു പ്രോഗ്രാമിന്. അപ്പോൾ ഇല്ല എങ്ങനെയെങ്കിലും ഒന്ന് ഇതിനാൻ്റെ കൊണ്ടുവരാൻ പറ്റും. ഞാൻ പറഞ്ഞു നടക്കണ കേസല്ല, ഞാൻ സംസാരിക്കില്ല, അത് വിട്ടേക്കാൻ പറഞ്ഞു. ഇവരെന്നോട് ചോദിക്കാതെ നോട്ടീസിൽ പേരും വെച്ചു. എന്നിട്ട് എനിക്ക് നോട്ടീസ് കൊണ്ട് തന്നേക്കാം. ഞാൻ പറഞ്ഞത് ആരോട് വെച്ചിട്ട് ഇനി അനുഭവിച്ചു എനിക്കൊന്നും അറിയാനില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എപ്പോഴും എൻ്റെ പിന്നാലെ ഇങ്ങനെ എപ്പോഴും പ്രോഗ്രാമിനൊക്കെ പോകുമ്പോഴും ഒക്കെ എൻ്റെ ഒരു സഹായിയായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ ടിനിയുടെ കല്യാണത്തിനും ഇതുപോലെ ഞങ്ങളൊരു അത് കഴിഞ്ഞിട്ടൊരു ഷോ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വരുമ്പോൾ. അവർ അങ്ങനെ ആലുവയിൽ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഇവനും കൂടെയുണ്ട്. അപ്പോഴാണ് ഇവളും അവിടെ പങ്കെടുക്കാൻ വന്നിട്ടുണ്ടായി കല്യാണത്തിന്. അങ്ങനെ ഇവൻ എൻ്റെ അടുത്ത്, അപ്പോൾ ഞങ്ങൾ തമ്മിൽ കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവനെ ചോദിക്കുന്ന പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിച്ചില്ല. അപ്പോൾ ഇവള് ചോദിച്ചാൽ പുള്ളി എന്താ പറയണമെന്ന് ചോദിച്ചു. ഞാൻ കാര്യം പറഞ്ഞു. അപ്പോൾ എന്താ ഡേറ്റ്? ഒരു 25th ഞായറാഴ്ച. അന്ന് ഞാൻ ഫ്രീ ആണല്ലോ വരാമെന്ന് പറഞ്ഞു. ഫ്രീ ഒരു അപ്പം ഞാൻ എൻ്റെ മനസ്സിലുണ്ട് പൈസ ഇല്ലാത്ത പരിപാടിയല്ലേ ഇത്, അന്നേരം പറയാനും പറ്റുമോ? ഞാൻ പിന്നീട് ഫോൺ ചെയ്ത് പറഞ്ഞു ബീന ഒന്നും വിചാരിക്കരുത്, പൈസ ഇല്ലാത്ത പരിപാടിയാണ്, അതുകൊണ്ട് വരണമെന്നൊന്നുമില്ലെന്ന് പറഞ്ഞു. അയ്യോ അത് കുഴപ്പമില്ല, എന്തായാലും ബീന പറഞ്ഞതല്ലേ, നമുക്ക് ഞാൻ വരാം, കുഴപ്പമില്ല, ഞാൻ ഫ്രീ ആണല്ലോ മനുവിൻ്റെ. അപ്പോൾ ഇതിൻ്റെ അതല്ല മിണ്ടാതി, അതല്ല സംഭവം. അല്ല ഇതിൻ്റെ ഉദ്ദേശം ഞാൻ പറയാം. എൻ്റെ വീട്ടിലും വരാലോ, പറവൂരാണേ, പറവൂർ. അപ്പം എൻ്റെ വീട്ടിലും കയറാം. അപ്പം ആ വഴിക്കട ഇതൊക്കെ ഞാൻ പിന്നീടല്ലേ അറിയുന്നത്. അല്ല ഇവർക്ക് എന്തോ എന്നോടൊരു ഉണ്ടായിരിക്കും, എനിക്കറിയില്ല. അല്ല നീ പിന്നെ എന്തിനാ ഇല്ലെങ്കിൽ പൈസ ഇല്ലാതെ ഒരു ആർട്ടിസ്റ്റ് ഒരു ഫംഗ്ഷന് സമ്മതിക്കുകയും. എത്രയോ ഫംഗ്ഷൻ പോയിട്ടുണ്ട് അങ്ങനെ. നീ ഇപ്പൊ പറയട്ടെ, ഇത് കണ്ടോണ്ടിരിക്കണവരൊക്കെ ഇനി വല്ല പരിചയക്കാരൊക്കെ വിചാരിക്കണ്ട, അങ്ങനെ വിചാരിക്കണ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, ആളിപ്പോ കഴിഞ്ഞു, ഇനി ആരും വിചാരിക്കണ്ട.
പെട്ടാളെ കഴിക്കുകയാണ്. അപ്പോൾ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ഈ ഉദ്ഘാടനത്തിന് അവിടെ വന്നു. അപ്പോൾ അന്നിപ്പോൾ രാവിലെ ഞാൻ വിളിച്ചിട്ട് പിന്നെ അപ്പോൾ വൈകുന്നേരമാണ് ഫംഗ്ഷൻ. അവർ വണ്ടിയായിട്ട് വരും. ഉച്ചയായി എന്നെ വിളിച്ചിട്ട് പറയണേ, അതേ മനോ, എനിക്ക് തീരെ സുഖമില്ല, ഭയങ്കര തലവേദന, പനി മാറി വന്നു, ഛർദിയിൽ, എനിക്കെന്നെ ഒഴിവാക്കാൻ പറ്റുമോ? ഞാൻ ഞെട്ടിപ്പോയി. കാരണം അവിടെ ഇങ്ങനെ ഇത്രയും അറ്റത്തെത്തി എന്നിട്ടേ ഞാൻ പറഞ്ഞു ചതിയായി പോയില്ല. അല്ല, എനിക്ക് തീരെ സുഖമില്ല കേട്ടോ. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, എങ്ങനെയെങ്കിലും ഒന്ന് വന്ന് അറ്റൻഡ് ചെയ്തിട്ടൊന്ന് പോകും. ഞാൻ ഇവരുടെ ഒപ്പം ഞാനും ചെന്നു. എനിക്കറിയണമല്ലോ സംഭവം. ഞാൻ ഇവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ഇവള് റെഡി ആയിട്ട് ഇരിപ്പുണ്ട് അവിടെ, നല്ല മിടുക്കിയായിട്ടിരിക്കണം. ഞാൻ കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല, മേക്കപ്പ് ഒക്കെ ചെയ്ത് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിരിക്കുക. ആ വണ്ടിയിൽ കയറി ഇങ്ങനെ വന്നോണ്ടിരിക്കാണ്ട്. അപ്പം ഞാൻ മനസ്സിൽ ചോദിച്ചാൽ അമ്പടി കളേ, നീ എന്നെ പറ്റിക്കായിരുന്നല്ലേ. അപ്പോൾ വരുന്ന വഴിക്ക് വരാപ്പോഴേ കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് ഇപ്പോൾ വണ്ടി ഒന്ന് നിർത്ത് പ്ലീസ് എന്ന് പറഞ്ഞപ്പോഴേക്ക് സന്ധ്യയായി. ഞാൻ വണ്ടി നിർത്തി. വണ്ടിയിൽ നിന്ന് ഒരാൾ ചാടി ഇറങ്ങും. ഞാൻ ഇവർ ഛർദ്ദിക്കുകയാണ്, ഭയങ്കര വൊമിറ്റിങ്. അപ്പം എനിക്ക് മനസ്സിലായി സംഭവം സീരിയസ് ആണ്. അപ്പം തന്നെ ഞാൻ എൻ്റെ ഇളയച്ചൻ ഡോക്ടറാണ്. എൻ്റെ ഇളയച്ചൻ ഡോക്ടറാണ്. അപ്പോൾ ഞാൻ വേഗം ചിറ്റ വിളിച്ചിട്ട് ചിറ്റ കൊച്ചിനോടൊന്ന് പോകില്ലെന്ന് പറയാം. സൺഡേ ആണല്ലോ, ഒന്ന് ഇങ്ങനെ ബീന വരുന്നുണ്ട്, അപ്പോൾ സുഖമില്ലാതൊക്കെ ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇളയച്ചൻ്റെ അടുത്ത് പോയി. ഇളയച്ചൻ നോക്കി മരുന്നൊക്കെ തന്നു. എൻ്റെ വീട്ടിലൊന്ന് റെസ്റ്റ് എടുത്തു. അങ്ങനെ ഈ ഫംഗ്ഷൻ കഴിഞ്ഞ ഒരു കണക്കിന് ഇതിനെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി. തിരിച്ച് വീട്ടിൽ കൊണ്ട് മുതലിനെ അവിടെ ആക്കിയിട്ട് ഞാനിങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ തിരിച്ചു ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്കെന്താണെന്നറിയില്ല, ഒരു ഉരുണ്ട് കയറ്റവും വരട്ടിലൊക്കെ ആയിട്ട് ഞാൻ നേരെ ഇപ്പോൾ ഈ ഫംഗ്ഷൻ സ്ഥലത്തേക്ക് ഞാൻ പോകേണ്ടിയിരുന്നത്. ഞാൻ നേരെ വീട്ടിലേക്ക് പോന്നു. ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞു എന്നെ വീട്ടിൽ ഇറക്കിയേക്ക്. വീട്ടിൽ ചെന്നത് ഭക്ഷണം പോലും ഞാൻ കഴിച്ചില്ല. ഞാൻ വേഗം പോയി കിടന്നു. പക്ഷെ ഇത് തന്നെ സെയിം ഛർദിലൊക്കെ പകരുന്ന ആദ്യമായിട്ട് മനസ്സിലായി. പനി മറ്റേ ഇതൊക്കെ പകരാറ്. ഈ സംഭവത്തോടുകൂടി എനിക്ക് ഭയങ്കര ഇറിറ്റേഷനായി ഇത്. അപ്പം അന്ന് വെളുപ്പിനും ഇതുപോലെ. അപ്പോൾ രാവിലെ തലവേദന. ഇത് എല്ലാവരും വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ. അപ്പോൾ ഡാഡി എന്നെ വിളിച്ചു, മനുവിൻ്റെ ഡാഡി, മോളെ സുഖം, പക്ഷെ ഇവിടെ മനോജൻ ഇങ്ങനെ സുഖമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി. അപ്പോൾ ഞാൻ വിളിച്ചു, എന്തു പറ്റി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കാഷ്വൽട്ടൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറേ നാൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ നല്ല ഫ്രണ്ട്സ് അല്ല, അതിനുശേഷം ഞാനൊരു മെസ്സേജ് വിട്ടു. പക്ഷെ മനസ്സിൽ അന്ന് എന്തോ ഒരു സ്പാർക്ക് വീണു. കാരണം എനിക്ക് ഇവളോട് തോന്നിയ ഒരു പിന്നെ ആദരവെന്ന് പറഞ്ഞാല് ഇത്രയും സുഖമില്ലാതിരുന്നിട്ടും ഈ കുട്ടി ക്ഷമയോടെ ആ പരിപാടി അറ്റൻഡ് ചെയ്തല്ലോ. എനിക്ക് അതൊരു വലിയ മനസ്സിലൊരു സ്നേഹവും ബഹുമാനവും തോന്നി. ഓഫ് കോഴ്സ് ഭാര്യമാരോട് സ്നേഹവും ആദരവും ബഹുമാനവും വേണം കിട്ടി. അത് അന്ന് കഴിഞ്ഞു. പിന്നെ അതിനുശേഷം നല്ല ഫ്രണ്ട്സ് ആയി. ഒന്നും പറഞ്ഞില്ലേ, അപ്പോഴൊന്നുമല്ല. പിന്നെ ഫ്രണ്ട്സ് ആയിട്ട് കുറേ മാസങ്ങൾ ഞങ്ങൾ ഇങ്ങനെ രാത്രികളിൽ സംസാരങ്ങൾ ഇങ്ങനെ തുടർന്ന് തീരുമാനം എടുത്തു. ഇനി ഇങ്ങനെ അല്ല വർക്ക് കഴിഞ്ഞിട്ട് വന്ന് എനിക്ക് നമ്മൾ ഷൂട്ടിങ് കഴിഞ്ഞ് വന്നിട്ടേ രാത്രി സംസാരിക്കുക, എന്നും രാത്രി ഇതൊരു ശീലമായി. അപ്പൊ ഞാൻ പറഞ്ഞു അതിന്റെ ഒരു ആവശ്യമില്ല, നമുക്കിനി സംസാരിക്കണ്ടല്ലേ ഇത് മനു അങ്ങനെ പറഞ്ഞു, നമുക്ക് ഇതൊരു ശീലാക്കണ്ട. അങ്ങനെ ഞങ്ങൾ സംസാരം നിർത്തി. പക്ഷെ സംസാരം നിർത്തി കഴിഞ്ഞപ്പോൾ വല്ലാത്ത ടെൻഷൻ. സ്റ്റോപ്പ് ചെയ്യാൻ നാളെ മുതൽ അല്ല, അന്ന് വിളിച്ചിട്ട് 10 മണിക്ക് വിളിച്ചിട്ടേ 10:15 ഞാൻ പറഞ്ഞു ശരി, നമ്മളിപ്പോൾ അറിയാണ്ട് വിശേഷങ്ങളൊക്കെ അറിഞ്ഞല്ലോ, ഇനി കട്ട് ചെയ്യാം. 10:15 കട്ട് ചെയ്തു. എവിടെ വല്ല രക്ഷയുണ്ട്, രണ്ടുപേർക്കും പറ്റുന്നില്ല, രക്ഷയില്ല. അപ്പൊ ഞാനില്ലേ മനുവിന്റെ ഫ്രണ്ടിന്റെ ഞാനൊരു മൊബൈലിൽ ഒരു മെസ്സേജ് ഇന്ന് എന്തായാലും ഇന്ന് ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസമല്ല, അപ്പൊ പ്രണയം ഉയർത്തെഴുന്നേൽപ്പ് എപ്പോഴാ? ഞാൻ ചോദിച്ചു, ഞാൻ മനുവിന്റെ ഫ്രണ്ടിന്റെ അടുത്ത് ചോദിച്ചു, കെട്ടാന്നല്ല, ഞാൻ ചോദിച്ചു പ്രായം എത്രയാണെന്ന് ചോദിച്ചു ഇദ്ദേഹത്തിന്റെ. അല്ല പ്രായം അറിയണ്ടേ, നമുക്ക് പ്രായമൊന്നും അറിയില്ലല്ലോ. ഉള്ള കുട്ടിയായിരുന്നു. അപ്പൊ പ്രായം ചോദിച്ചപ്പോ ഓക്കെ കുഴപ്പമില്ല. അങ്ങനെ പ്രായം ചോദിച്ചപ്പോ ആ ഫ്രണ്ട് മനുവിന്റെ അടുത്ത് പറഞ്ഞു, നിന്റെ പ്രായമൊക്കെ ചോദിക്കണ്ട്, പണി വാളി. നീ എന്തിനാണ് എന്റെ പ്രായം ചോദിച്ചത്? ഞാൻ പ്രായം അറിയാൻ വേണ്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ ചോദിച്ചു. അത് ആളുകൾ നിൽക്കുമ്പോഴേ എന്റെ കൂട്ടുകാരൊക്കെ നിൽക്കുമ്പോഴാണ് ചോദിച്ചത്. ഞാനാണോ തോന്നല്ലേ മനു ചോദിച്ചത്? ഞാനാണോ ചോദിച്ചത്? സത്യത്തിൽ നിങ്ങളാണ് തോന്നുന്നത് എന്റെ അടുത്ത് ചോദിച്ചത്. ഞാൻ വല്ലതും പറഞ്ഞാലോ, നമ്മൾ കുഴി ചെന്ന് ആരെങ്കിലും കുഴിയാണെന്ന് പറഞ്ഞ ആരെങ്കിലും അന്ന് ചാടിപ്പോയി. ആ കുഴിയാണെന്ന് അറിയാതെ ചാടി പോവാൻ പോട്ടെ. അത് കുഴിയായിരുന്നില്ല, അത് മുല്ലപ്പൂ കൊണ്ടുള്ള ഒരു പട്ട് മെത്തയായിരുന്നു.